അന്ന് എൻ്റെ കയ്യിൽ ആരിഫിൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ പാവപ്പെട്ട ആൾക്കാർക്കല്ലേ ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാത്ത ആൾക്കാരല്ലേ അവർക്ക് ഫുഡ് വാങ്ങി കൊടുക്കുക. ആ സിൽവർ പ്ലേ ബട്ടൺ അല്ലേ അന്ന് കൊടുന്നൊക്കെ പൂതി ഓടാ. നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്ത് സഹായിച്ചാൽ, അതായത് കാണുന്നവർ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്താൽ. എനിക്കിപ്പോൾ ഇതിലൊക്കെ സബ്സ്ക്രൈബേഴ്സ് സെറ്റായി മോഡീസൊക്കെ ആയി. സത്യമായിട്ട് എനിക്ക് നല്ല ആഗ്രഹം നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുക, എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് ഇങ്ങനെ രസമായി. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും, ആരിഫാണ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ എന്താ വെച്ചാല് ഇതിന്റെ കാക്കാന്റെ കുട്ടി കേട്ടോ, പേരാണ് എടുത്താ കെൻസ മറിയം. അപ്പൊ ഇന്ന് ക്ലാസ് കഴിഞ്ഞ് വരാം അല്ലേ? എനിക്കിന്ന് ക്ലാസ്സിലായിരുന്നു, സാറ്റർഡേ ആയതുകൊണ്ട് എനിക്ക് ക്ലാസ്സിലായിരുന്നു. അവൾക്ക് ഫ്രൈഡേ ആണ് ലീവ് ഉണ്ടാവലും. ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു, അതായത് ഇതിലിട്ടൊക്കെ ഞാൻ ഷോർട്ട് വീഡിയോസ് എല്ലാം ഇട്ടേ. അപ്പൊ ഇൻഷാല്ലാ ഞാൻ ലോങ് വീഡിയോ ഒക്കെ ഇട്ടാലോ എന്നുള്ളൊരു പ്ലാനിങ് ഉണ്ടാവും. അപ്പോ നിങ്ങളൊക്കെ സജഷൻ അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എന്താ വെച്ചാൽ ഞാൻ സത്യം പറഞ്ഞാൽ ഇത്രയും സപ്പോർട്ടും കാര്യങ്ങളും ഞാൻ എന്റെ ജീവിതത്തിൽ പ്രതീക്ഷിച്ചില്ലടാ. സത്യം പറയാലോ, ഞാൻ ഒരുപാട് തോൽവിന്നും ഒരുപാട് തളർച്ചയും അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളൊക്കെ കേട്ട് വന്ന ഒരാളാണ് ഞാൻ. അപ്പോ ഇത്രയും 50,000 സബ്സ്ക്രൈബേഴ്സ് എന്നൊക്കെ പറയുമ്പോ എടാ വിരലിൽ എണ്ണാൻ പറ്റാത്ത ആൾക്കാരാണല്ലോ ഇടാക്കെ. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര എന്താണോ എന്റെ രോമൊക്കെ പൊന്തടാ. ഇച്ച് ഭയങ്കര സന്തോഷടാ സത്യവും. പിന്നെ ഈ ഡാന്ന് പറയില്ലടാ, സോറി, അത് ഇന്റെ ഒരു ജനറ്റിക്, അത് എനിക്ക് അങ്ങനെ ശീലമായതാണ്. അപ്പൊ ഇനിയിപ്പോ മൂത്തോരായാലും മുതിർന്നവരായാലും ഞാൻ എന്താ മൂത്തോലെ ഡാന്ന് വിളിക്കുന്നത്, എന്റെ വീഡിയോ മൂത്തോരിലൊക്കെ അല്ലേ കാണാം. എടാ നിങ്ങൾ അങ്ങനെ വിചാരിക്കലിട്ടാ. അതായത് ഇന്റെ ഒരു ടോൺ അങ്ങനെയാണ്. അതായത് ഞാനിപ്പോ എനിക്കൊരു സ്നേഹം കൊണ്ടും ബഹുമാനം കൊണ്ടൊക്കെ കയറാം ആ ഡാന്ന് കൂട്ടണേ. അപ്പൊ നിങ്ങൾ ആര് മൈൻഡിൽ കണ്ടാല് അൽഹംദുലില്ലാ നമ്മൾക്കും സന്തോഷം. അപ്പൊ അൽഹംദുലില്ലാ റാഹത്തായി പോണു, നിങ്ങൾക്കും റാഹത്തുമായിട്ടും സന്തോഷമായിട്ട് പോകണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ വീട്ടിലാണുള്ളത്, വീടിന്റെ ഒരു സൈഡിലാണുള്ളത്. അപ്പോൾ വീഡിയോസ് ഒന്നും എടുക്കാനും ഇതാക്കാനൊന്നും ആരുമില്ല, ഞങ്ങൾ രണ്ടാക്കാറുള്ളൂ. പിന്നെ ഇവളെ കാക്കുണ്ട്, ഹാഷിം അറിയും, വീട്ടിലേക്ക് ഉണ്ടായിട്ടുണ്ട്. ഓനും ക്ലാസ്സിന് ഒന്നുമില്ലല്ലോ. ഓന് വരാൻ ഏകദേശം ഞാനും വന്നിട്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ടാവാൻ വരല്. വീഡിയോ എടുത്തരാനും അങ്ങനത്തെ ഇതിനൊന്നും ആളുണ്ടാവില്ല. അപ്പോൾ ഞാൻ സ്റ്റാൻഡൊക്കെ വെച്ച് ഞാൻ തന്നെ എടുക്കും. പിന്നെ ഇവള് വരാൻ വേണ്ടി കുറച്ചു നേരം കാത്തുനിന്ന്. അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ട് ലേഗായി പോണ ആൾക്കാരൊക്കെ ഇങ്ങോട്ടേക്ക് നോക്കും. അപ്പൊ എന്താ വെച്ചാല് ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പൊ അതിൽ കുറെ ആൾക്കാർ നല്ല സപ്പോർട്ടായിട്ട് വന്നത്. ഗീവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ വേണ്ടതെന്നായിരുന്നു ഞാൻ ചോദിച്ചിരുന്നത്. അപ്പൊ കുറെ ആൾക്കാരായിരുന്നു എടാ ഈ ഒന്നും തരണ്ട, സ്നേഹം സന്തോഷം മാത്രം മതി. ഒരാൾ പറഞ്ഞ ഡയറി വീഡിയോ ഇട്ടാൽ മാത്രം മതി. എടാ അതൊക്കെ കേൾക്കുമ്പോ സത്യം പറഞ്ഞാണ്ടല്ലോ ഇതൊക്കെ അനുഭവിക്കണം. അതായത് തോറ്റ് തുന്നം പാടി വന്നവര് ഇതിങ്ങനെ അനുഭവിക്കുമ്പോ ഒരു സുഖമുണ്ട് എന്റെ മോനെ. സത്യം പറഞ്ഞാല് ഞാൻ ചെറിയൊരു സ്റ്റോറി പറയട്ടെ എന്റെ. അതായത് ഞാനൊരു 10ാം ക്ലാസ്, ഞാൻ 9ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഈ യൂട്യൂബ് ചാനൽ പറഞ്ഞ ഈ ഒരു പ്ലാറ്റ്ഫോമൊക്കെ ഇറങ്ങിട്ടോ. അപ്പോൾ ചാനലൊക്കെ തുടങ്ങി സെറ്റായിട്ട് സബ്സ്ക്രൈബേഴ്സ് മോണിറ്റൈസായി എല്ലാ സംഭവങ്ങളും സെറ്റായിട്ട് ഇങ്ങനെ വരും. അപ്പോൾ ഡെയിലിയൊക്കെ വീഡിയോ ഇടുമ്പോൾ നമ്മളെ വീട്ടുകാരായാലും നമ്മളെ കാക്കമാർക്കും അമ്മമാർക്കും ആർക്കും പറ്റില്ല, ഫാമിലിക്കൊന്നും പറ്റില്ല. ആദ്യമൊക്കെ ഫാമിലിയൊക്കെ അവോയ്ഡ് ചെയ്ത് ഓൻ യൂട്യൂബർ അല്ലേ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്നെ ഒഴിവാക്കിന്. അതായത് നമ്മളൊന്നിനും കൊള്ളൂല, പഠിക്കൂല, അങ്ങനെ എന്താ വെച്ചാൽ ആൾറെഡി നമ്മളൊക്കെ മൈൻഡ് സെറ്റിലും നമ്മളെ ഫാമിലിക്കാരൊക്കെ മൈൻഡ് സെറ്റിൽ സെറ്റാക്കി വെച്ചൊരു സാധനം. ഈ പഠിച്ചാൽ മാത്രം പഠിക്കണോല് മാത്രം നല്ല ഇതിലുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ പറ്റേ മോശമാണ്. ഞാൻ ഇപ്പോൾ നാളെ പഠിച്ച് വലിയൊരാളായിട്ട് വലിയ UK അങ്ങനത്തെ കൺട്രിയൊക്കെ പോയിട്ട് നമ്മളെ ഫാമിലിനെയും നമ്മളെ കൂട്ടുകാരെയൊക്കെ വിട്ട് പിരിഞ്ഞ് പോയിട്ട് അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമ്മളെ വീട്ടുകാരൊക്കെ ഉമ്മാക്ക് സുഖമില്ലടാ, എന്തിനു സുഖമില്ലാന്ന് എങ്ങനെയൊക്കെ പറയാണ്ട് എല്ലാവർക്കും എത്രയോ നല്ലത് ഒരു മീഡിയം നമ്മളെ കൊണ്ട് കൈനമായിരിക്കും പഠിക്കുക. നമ്മൾക്ക് അൽഹംദുലില്ലാ പഠിച്ചോനെ എങ്ങനെയല്ല നമ്മളൊരു സീറ്റ് കണ്ടിട്ടുണ്ടോ, ആ ഒരു സീറ്റിക്ക് നമ്മൾ പോകും. ഞാൻ അങ്ങനെ വിചാരിക്കുന്ന ഒരാളോ. അതായത് പഠിക്കണ്ടെന്നല്ല ഞാൻ പറയുന്നത്, എല്ലാത്തിനും ഒരു ലിമിറ്റ് വെച്ചാണ്ട്. അതായത് ഇനിയിപ്പോൾ പഠിക്കുന്നുണ്ട് അങ്ങനെ ഓൻ്റെ പഠിപ്പോൻ്റെ കാര്യം നോക്കി പോയിക്കോട്ടെ. നമ്മളിപ്പോൾ പഠിക്കാത്ത ഒരാളൊക്കെ വെച്ചാണ്ട് അങ്ങനെ കമ്പയർ ഒക്കെ ചെയ്യുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് SLCന്റെ സമയം ഇങ്ങനെ വരും. അപ്പൊ അങ്ങനെ ഞാൻ 10ാം ക്ലാസ്സിന്റെ തലേന്നൊക്കെ നമ്മൾക്ക് ഒരു സന്തോഷമുള്ള വീഡിയോ കയറുന്ന വീഡിയോ നമ്മൾ രസം ജസ്റ്റ് ഒരു 5 മിനിറ്റിന്റെ വീഡിയോ എടുത്ത് വിടാനല്ലേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് അങ്ങനെ ചെയ്ത് അപ്പൊ വീട്ടുകാരെല്ലാവരും പ്രശ്നമാക്കി. ഒന്നാമത് വീട്ടുകാരെക്കാട്ടിലും പ്രശ്നം വാക്കുകൾ എടുക്കാം. എന്നിട്ട് ഓലൊക്കെ കൂടി ചാനൽ ഡിലീറ്റ് ആക്കി വെച്ചാൻ പറഞ്ഞ് അങ്ങനെ ഓൻ എന്ത് വീഡിയോസ് ഞാൻ അത് സത്യം പറയല്ല, ഞാൻ പ്ലാൻ നഴ്സറി അങ്ങനത്തെ വീഡിയോസ് ഒക്കെ ഇല്ലടാ, അത് ചെടിച്ചട്ടി ഉണ്ടാക്കുക അങ്ങനത്തെ വീഡിയോസ് ഒക്കെ ആയിരുന്നു. അപ്പൊ നമ്മളെ വീട്ടുകാർക്കും അവർക്കൊന്നും പറ്റില്ല. അപ്പൊ ആ ഒരു കാരണത്താൽ അത് ഒഴിവാക്കേണ്ടി വന്നു. അപ്പൊ എനിക്ക് സങ്കടമെല്ലാം ഉണ്ടായിരുന്നു.
അപ്പൊ അതിന്റെ റിവെഞ്ച് ആയിട്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയതും എല്ലാ സംഭവം തുടങ്ങിയതും. അതിന്റെ അൽഹംദുലില്ലാ പഠിച്ച നല്ല നിയമത്തുക്കും നല്ല നേട്ടത്തേക്കും തന്നെ കൊണ്ടുപോയത്. ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം നല്ലൊരു ഫോളോവേഴ്സായി. എനിക്കിപ്പം ചെറിയ ചെറിയ കാര്യങ്ങൾ നടന്നേരെ പോകുന്നൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ചെറിയ ചെറിയ പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യും. അതിനുള്ള വരുമാനത്തിൽ എങ്ങനെ പോവാണ്. ഞാനിപ്പം സ്റ്റേബിൾ ആയിട്ട് ഒരു കാലം നിൽക്കാനുള്ള ആൾക്ക് ആയതിന്. പക്ഷെ എന്നാലും ക്ലാസ്സും ഞാനൊക്കെ ഉള്ളതുകൊണ്ട് വലിയ ജോലിക്കും ഞാനൊക്കെ പോകാനൊന്നും ആയില്ലല്ലോ. ആയില്ലല്ലോ എന്നല്ല, പോകാനായിക്കണ്. സാഹചര്യങ്ങൾ മൂലം എങ്ങനെയാണല്ലോ. അപ്പൊ ഇൻഷാ അല്ലാ അതൊക്കെ റെഡി ആക്കണം എന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അൽഹംദുലില്ലാ ഒക്കെ റെഡി ആവും എന്നുള്ള ഒരു പ്രതീക്ഷ. അപ്പൊ നിങ്ങളെല്ലാവരും ദ്വാരക്കണം, സപ്പോർട്ട് ചെയ്യണം മാക്സിമം. അപ്പൊ ഞാൻ പറഞ്ഞു തരണേ, ഞാൻ ചാനൽ എനിക്കിപ്പോ ഇതിലൊക്കെ സബ്സ്ക്രൈബേഴ്സ് സെറ്റായി, മോഡീസൊക്കെ ആയി. സത്യമായിട്ട് എനിക്ക് നല്ല ആഗ്രഹം നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുക, എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് ഇങ്ങനെ രസമായിട്ട് കൊടുക്കുക. പക്ഷെ അതിനൊക്കെ വേണം പണമുള്ളവർക്ക് വില ഉണ്ടാവുള്ളൂ. അത് ഞാൻ കുറെ അനുഭവിച്ചതാണ്. കുറെ റീലുകളൊക്കെ പോസ്റ്റ് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഗിവേയിലൊക്കെ എന്താ കൊടുക്കേണ്ടതെന്നായിരുന്നു ഞാൻ ചോദിച്ചിരുന്നത്. കുറെ ആൾക്കാർ ടോയ്സ്, കുറെ ആൾക്കാർ മറ്റേത് കാറ്, വേറെ എന്തൊക്കെയാ പേര്. ഞാനിങ്ങനെ ഓരോന്ന് സെർച്ച് ചെയ്യുക, ആദ്യമായിട്ട് കേൾക്കുക കുറെ സാധനങ്ങളൊക്കെ. ഇതൊക്കെ സെർച്ച് ചെയ്ത് കുറെ ആൾക്കാരും പല വ്യത്യസ്തമായിട്ടാ ചോദിച്ചു. അപ്പൊ എന്നെ കൊണ്ട് കഴിയുന്ന രീതിക്ക് ആ ഒരാൾക്ക് എന്താ വേണ്ടത്, ആ ഒരു സംഭവം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് എന്നെ കൊണ്ട് കഴിയുന്നത്. ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. ഇൻഷാ അല്ലാ അതേതായാലും സെറ്റ് ആക്കണം. അവിടെ Q&A വീഡിയോ അവിടെ പെൻഡിങ് ആണ്. ഇൻഷാ അല്ലാ ഞാൻ ചെയ്യണം. എന്നാൽ എന്റെ കയ്യിൽ വേറെ ഫോണില്ല, ഉമ്മ ഇവിടെ ഇല്ല, പിന്നെ വിളമ്മേള് എല്ലാവരും ഫോണിൽ ചോദിക്കാൻ പറ്റില്ല ഉമ്മ. അപ്പൊ ഇൻഷാ അല്ലാ പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കണം. നല്ല അടിപൊളി കണ്ടന്റും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കണം. ഞാൻ ഇപ്പൊ മാക്സിമം കുറെ ആൾക്കാർ പറയുന്നുണ്ട് ഫുള്ള് ഇമോഷണൽ കണ്ടന്റ് എല്ലാം മാറ്റി പിടിച്ച് കുറച്ച് കോമഡിക്കൊക്കെ വന്നു. എടാ ഞാൻ ഇതൊരു ഇങ്ങനെ സെലക്ട് ചെയ്താടാ, എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പോയതായത് ഇങ്ങനെ സെലക്ട് ആക്കിയതാണ്. അപ്പോ നിങ്ങൾ ഇൻഷാ കഴിഞ്ഞിടയ്ക്കാലും സെറ്റ് ആക്കണ്ട കേട്ടോ. പിന്നെ യൂട്യൂബിൽ കിട്ടുമ്പോൾ കോപ്പറേറ്റ് ഒക്കെയാണ് പ്രശ്നം. മ്യൂസിക് ഇങ്ങനെ കുറെ ചെയ്യാനൊന്നും പറ്റൂല. മ്യൂസിക് ഒക്കെ ഉണ്ടായാൽ തന്നെ അത് തന്നെയാണ് ഞാൻ ഒരു വീഡിയോന്റെ ഇടയിൽ കണ്ടത്. ഈ മ്യൂസിക് തന്നെയുള്ള എല്ലാ വീഡിയോക്കും ഒന്ന് സംഭവം എന്താ വെച്ചാല് മ്യൂസിക് അത് മാത്രം ഉള്ളതുകൊണ്ടല്ല, കോപ്പറേറ്റ് വരുന്നതുകൊണ്ടാണ്. പിന്നെ കുട്ടികളെ മുഖം ഫേസ് ഒന്നും അങ്ങനെ കാണിക്കാൻ പറ്റില്ല, ബാഡ് ആയിട്ടുള്ള രീതിയിലൊന്നും ചെയ്യാൻ പറ്റില്ല. കോപ്പറേറ്റ് സ്ട്രൈക്ക് ഒക്കെ കിട്ടുന്നതുകൊണ്ട് പ്രശ്നമാണ്. അപ്പൊ അതൊക്കെ നോക്കിയും കണ്ടൊക്കെ ചെയ്യണം. അപ്പൊ ഇൻഷാ അല്ലാ അതിന്റെ മട്ടം പോലെയൊക്കെ നമുക്ക് ചെയ്യണം. ഞങ്ങൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണം, അതെനിക്ക് പറയാനുള്ളൂ. അപ്പൊ എന്റെ ഒരു ആഗ്രഹം, ഒരു ഡ്രീമാണെടാ, അതായത് പ്ലേ ബട്ടൺ എന്ന് പറഞ്ഞ സാധനമല്ലേ. ഞാൻ സത്യം എന്റെ കൂടെ ഉണ്ടായിരുന്ന യൂട്യൂബേഴ്സൊക്കെ അല്ലേ, അന്ന് ഞാൻ 10ാം ക്ലാസ്സിൽ വീട്ടിരുന്ന സമയത്ത് എന്റെ കൂടെ ഉണ്ടായിരുന്ന യൂട്യൂബേഴ്സിന്റെ വീട്ടിലൊക്കെ ഒന്ന് സിൽവർ അല്ല ഗോൾഡൻ പ്ലേ ബട്ടണാ. അപ്പൊ ഇങ്ങനെ കാണുമ്പോ പഠിച്ചാൽ ഒരു സിൽവർ പ്ലേ ബട്ടണെങ്കിലും കിട്ടണമെങ്കിൽ എന്നുള്ളൊരു കോലയാടാ. സത്യം പറഞ്ഞാല് ഇപ്പൊ 50,000 സബ്സ്ക്രൈബേഴ്സ് ആവാനായിട്ടല്ലേ ഉള്ളൂ. 50,000 ആവും ഇക്കാരം ഇൻഷാ അല്ലാ അതിനാവട്ടെ. എന്നിട്ട് പ്ലേ ബട്ടണ്, ആ സിൽവർ പ്ലേ ബട്ടൺ അല്ലേ, അന്ന് കൊടുന്നൊക്കെ പൂതി ആവിടാ. നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്ത് സഹായിച്ചാൽ, അതായത് കാണുന്നവർ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്താൽ ഇൻഷാ അല്ലാ എന്റെ ഒരു ആഗ്രഹം സഫലമാവും. അപ്പൊ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണ്ടാ. ലൈവ് ഇടാൻ എന്നൊക്കെ പറയുന്നുണ്ട്. ലൈവ് ഇടാൻ പോതില്ലാത്തോണ്ടല്ല, നെറ്റ് ഇഷ്യൂ ഇടാ. എല്ലാ വൈഫൈ ഒക്കെ വേണം, എന്നാലേ മട്ടം പോലെ ലൈവ് ഇടാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനത്തെ ഒക്കെ ഒരു ഇഷ്യൂ ആണ്. പിന്നെ കുറെ ഡ്രീംസുകളൊക്കെ അച്ചീവ് ചെയ്ത് തുടങ്ങുകയാണ്. പ്ലേ ബട്ടൺ നിങ്ങൾ വാങ്ങി തന്നാൽ ഇൻഷാ അല്ലാ എന്നെ കൊണ്ട് കഴിഞ്ഞിരിക്കാൻ നിങ്ങൾക്കും ചെയ്തു തരും സഹായങ്ങളോ സപ്പോർട്ടൊക്കെ. എനിക്ക് എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ 100K അടിച്ചാൽ അത്യാവശ്യം അന്ന് എൻ്റെ കയ്യിൽ ആരിഫിന്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാ, അത് പൈസ ഉണ്ടെങ്കിൽ എപ്പോഴാണെങ്കിലും, അന്ന് എന്നല്ല എപ്പോഴെന്നുണ്ടെങ്കിലും എനിക്കൊരു ആഗ്രഹമുണ്ട്. ഇനിയിപ്പോൾ ബർത്ത്ഡേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഇത് വരാന്നുണ്ടെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ പാവപ്പെട്ട ആൾക്കാർക്കല്ലേ, ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാത്ത ആൾക്കല്ലേ, അവർക്ക് ഫുഡ് വാങ്ങി കൊടുക്കുക ഒരു ആഗ്രഹമാണ്. ഇൻഷാ അല്ലാ ഒക്കെ സെറ്റായി കഴിഞ്ഞുള്ള പ്രതീക്ഷ. എന്താ വെച്ചാൽ നമ്മളെ കുറെ തോറ്റും തുന്നം പാടിയും ഭക്ഷണം കഴിക്കാൻ പോലും ഗതിയില്ലാത്തൊരവസ്ഥയിലൊക്കെ വന്നു വരുമ്പോൾ നമുക്കറിയാം അതിന്റെ വേദന എത്രയാണ്. ഏറ്റവും കൂടുതൽ വേദന എന്ന് പറഞ്ഞാൽ വിശപ്പാട്ടടാ, അത് പട്ടിണി എടുക്കാൻ, അതിന്റെ അത്ര വേദന വേറെ ഒന്നുമില്ല. അപ്പോ ഞാനിപ്പോ പ്രത്യേകിച്ച് ഓരോ രാജ്യങ്ങളെടുത്ത് പറയേണ്ട ആവശ്യം നിങ്ങൾക്ക് തന്നെ അറിയാലോ. യുദ്ധങ്ങളും മറ്റു പ്രശ്നങ്ങളൊക്കെയാണ് പല രാജ്യങ്ങളിലായിട്ട്. അപ്പൊ അതൊക്കെ വളരെയധികം പ്രശ്നമാണ്. ഏതായാലും പഠിച്ചവൻ കാക്കട്ടെ നമ്മളൊക്കെ. ഇൻഷാ അല്ലാ. അപ്പൊ എല്ലാവരും കൂടെ നിൽക്കണം, വീഡിയോസ് ഒക്കെ കാണണം, സപ്പോർട്ട് ചെയ്യണം, കമന്റ് ഒക്കെ ഇടണം. ഇൻഷാ അല്ലാ എല്ലാം റെഡി ആക്കണം. ഓക്കെ, ബൈ ബൈ, ടാറ്റ എടുത്താ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. വാലൈക്കും സലാം.